നമസ്തേ. നമ്മുടെ ഗ്രാമാലയങ്ങളെയും ശ്രീ ഗുരുവായൂരപ്പനെയും വിളിച്ചുണർത്തുന്ന ഹരിനാമകീർത്തനത്തിന്റെ 6-ാം ശ്ലോകം. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ഈശ്വരന്റെ ശക്തിയായ മൂലപ്രകൃതിയിൽ ആരംഭിച്ച് ജനന മരണങ്ങൾ അവസാനിക്കുന്നത് വരെ ബ്രഹ്മശക്തിയായ മഹാമായയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇവിടെ നിരവധി ജനന മരണ പരിണാമഘട്ടങ്ങൾ കഴിഞ്ഞാലും കർമ്മപ്രവാഹങ്ങൾ തീരുന്നില്ല. കാരണസ്വരൂപനായ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ആദിയിൽ പരബ്രഹ്മം വേദമന്ത്രപ്രകാരം പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ശക്തി സ്പന്ദിച്ചുണ്ടാകുന്നതോടെ സൃഷ്ടി ആരംഭിക്കുന്നു. ബ്രഹ്മശക്തിയാണ് മൂലപ്രകൃതി എന്നോ മഹാമായ എന്നോ പറയുന്നത്. ആ മായയിൽ നിന്ന് മഹത്വത്ത മഹദഹങ്കാരങ്ങളൊക്കെ ഉണ്ടായി. മഹാമായ സത്വഗുണപ്രധാനവും പ്രകാശമയമായതുകൊണ്ട് ആചാര്യൻ ശ്രീ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നു. പുരുഷനും പ്രകൃതിയും എന്നു പറയുന്നതും ബ്രഹ്മവും മായയും എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. പുരുഷനും പ്രകൃതിയും എന്ന് പറയുന്നതും ബ്രഹ്മവും മായയും എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. ശക്തിയെന്നും വിദ്യയെന്നും അവിദ്യയെന്നും സന്ദർഭാനുസരണമായി പറയാറുണ്ട്. ആ മായയുടെ ഗുണഗണങ്ങളാകുന്നു സത്വരജസ്തമോ ഗുണങ്ങൾ. ത്രിഗുണങ്ങളോടുകൂടി ഉണ്ടാകുന്ന ജീവന് എത്ര ജന്മം കഴിഞ്ഞാലും മായാവൈഭവം തീരുന്നതല്ല. കർമ്മങ്ങളും ഒടുങ്ങുന്നില്ല. ത്രിമൂർത്തികളെപ്പോലും കർമ്മങ്ങൾ വിടുന്നില്ല. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. നമസ്തേ. 7-ാം ശ്ലോകം തുടരും നാളെ. അതുപോലെ ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം 10 മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.